അതായത് ഇന്നലെ മലപ്പുറം കൊണ്ടോട്ടിയിലുള്ള ഒരു സംഭവം ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടല്ലോ. എന്താ ശരിക്കും നടന്നത്? നിന്റെ ഷർട്ടൊക്കെ വലിച്ചു കൂടിയോ? അത് സംഭവം എന്ന് വെച്ചാ ഞാനവിടെ നിന്ന് എന്റെ ബോഡി പാർട്സിലേക്ക് അവര് ഫോട്ടോ വീഡിയോ എടുത്തു. കാലിന്റെ ദിവസം ആദ്യം എടുത്തത്. കാല് പിന്നെയും കുഴപ്പമില്ല നോക്കാം. അലിൻ ജോസ് പെരേരയുടെ കാല് ഷക്കീലയുടെ കാലല്ലേ, കാലിന്റെ ഫോട്ടോ എടുക്കാനായിട്ട് കൊണ്ടുപോയ മലപ്പുറംകാർക്ക് ചിലപ്പോൾ ഷക്കീലയുടെ കാലാണെന്ന് തോന്നിക്കാണും. അതിന് അവരെ കുറ്റം പറയാൻ പറ്റൂല. തൊട്ടൊന്നുമില്ല, പക്ഷെ ആരും തൊട്ടില്ല. ദേഹോദ്രവിപ്പിച്ചെല്ലാം മോശമായിട്ട് ബാഡ് ടച്ചും ഇല്ല. പക്ഷെ ഇതൊന്നുമില്ല, ചുമ്മാ ഇവന്റെ അഭിനയാണ്. ഇവന് മീഡിയ കവറേജ്, മീഡിയയുടെ ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം മലപ്പുറംകാർക്ക് എതിരെയാണ് എല്ലാ കമന്റുകളും. പക്ഷെ ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നൊരു കാര്യം നിങ്ങൾ ഒന്നുകൂടി അന്വേഷിക്കണം. അപ്പം മലപ്പുറംകാരെ കുറ്റം പറയുന്നവർ ഇതിൻ്റെ യഥാർത്ഥ കാരണം കൂടി അന്വേഷിക്കേണ്ടതാണ്. ഈ തീയില്ലാണ്ട് പുകയുണ്ടാവില്ല എന്ന് പറയുന്ന പോലെ ഇവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അല്ലാണ്ടൊന്നും അവർ അത്തരത്തിൽ പെരുമാറൂല. ഉറപ്പായ കാര്യമാണത്. എന്റെ ഒരു ബോഡി പാർട്ടിലേക്ക് അവര് വീഡിയോ ഫോട്ടോ എടുത്തപ്പോ ഞാൻ ഷൗട്ട് ചെയ്തു. അപ്പൊ അത് ചെയ്തൊരു തെണ്ടിത്തരല്ലേ, മനസ്സിലായ? കാരണം നമ്മൾ വിളിച്ച് പൈസ കൊടുത്തെന്ന് പറഞ്ഞാൽ എന്ത് തെണ്ടിത്തരവും പൊട്ടത്തരവും ചെയ്യുന്ന ഒരാളല്ലേ. ഓമാളിത്തരം ആക്കുന്നത് ജനങ്ങളാണ്. ഷർട്ടും പാൻറ്റും ധരിച്ചിട്ടാണല്ലോ സാധാരണ അവൻ പോയിട്ടുള്ളത്. ആ വേഷത്തിലാണല്ലോ നമ്മൾ കണ്ടത്. പിന്നെ ഇവന്റെ എന്ത് കാലിന്റെ ഫോട്ടോ എടുത്തു എന്നാണ് ഇവൻ പറയണത്. കാരണം ഞാൻ ആർക്കെ മുന്നിൽ ഡാൻസ് കളിക്കാന്ന് ഒരുത്തരും വാക്ക് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നെ വിളിക്കുമ്പോ ഡാൻസ് കളിക്കാൻ വേണ്ടി പിന്നെ എന്തിന് പൈസ എണ്ണി മേടിച്ചിട്ട് മലപ്പുറത്തോട്ട് ഇടയ്ക്കിടയ്ക്ക് കെട്ടിയെടുക്കുന്നത്? അവിടെ പോയി കിടന്നിട്ട് ഈ കൊണയടിക്കാനും ഈ ഡാൻസ് കളിക്കാനും അല്ലേ നീ പോണത്? പറയുമ്പോ ഞാൻ ഡാൻസ് കളിക്കുന്നതാണ് ഓട്ടോമാറ്റിക്. പിന്നെ ഈ കല്യാണ വേദികളില് ഡാൻസ് കളിക്കുന്ന ആള് മാത്രമല്ല, കല്യാണ വേദികളിൽ ജസ്റ്റ് ആയിട്ട് പോയിട്ട് തിരിച്ചു വരുന്നത് പോയി ജസ്റ്റ് ആശംസ മാത്രം പറഞ്ഞ് ഇറങ്ങുന്ന സംഭവങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ പിന്നെ ഇവിടെ ഇരുന്നിട്ട് ഒരു വീഡിയോ കൊടുത്താ പോരെ? എല്ലാ കല്യാണ ചെക്കനും പെണ്ണിനും ആശംസകളെന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ട് കൊടുത്താ പോരെ? പിന്നെ നീ ആ കല്യാണ വീട്ടിൽ പോയിട്ട് ഈ ഇടങ്ങേറുണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? തീയില്ലാണ്ട് പുകയുണ്ടാവില്ല എന്ന് പറയണ പോലെ നീ എന്തെങ്കിലും ചെയ്യാണ്ട് മലപ്പുറംകാരങ്ങനെ പെരുമാറൂല. ഉറപ്പായിട്ടുള്ള കാര്യമാണത്. ഇവൻ അവിടെ ചെന്ന് ഇവന്റെ അവിഞ്ഞ ജാട ഇറക്കി കാണും. പിള്ളേർക്ക് അത് പിടിച്ചിട്ടുണ്ടാവില്ല. അത് തന്നെയായിരിക്കും കാരണം. പിന്നെ ആളുകൾ ഇവനെ പഞ്ഞിക്കിടാണ്ട് വെറുതെ വിടുന്നത് എങ്ങനെ? ഞാൻ മലപ്പുറത്തെ നാട്ടുകാരെ കുറ്റം പറയൂല. കാരണം ഇവൻ പൈസയും വാങ്ങിച്ചിട്ടാണ് ആ കല്യാണം അലങ്കോലാക്കാനായിട്ട് അവിടെ പോയിട്ട് ഇമ്മാതിരി ഗോഷ്ടി പരിപാടി കാണിക്കുന്നത്. അല്ലാണ്ട് ഇവൻ ഡാൻസ് കളിക്കാനൊന്നും പോകുന്നതൊന്നല്ല. ഇവൻ്റെ ഗോഷ്ടിയാണ്, ഗോഷ്ടി. ഇവൻ്റെ അവിഞ്ഞൊരു പാട്ടും അവിഞ്ഞൊരു ഡാൻസും. അത് ബൈക്ക് വരാറില്ലെന്ന് മാത്രമല്ല, അങ്ങനത്തെ വീഡിയോസ് അങ്ങനെ പ്രചരിക്കുക. ഡാൻസ് മാത്രമേ ആൾക്കാർ ഷൂട്ട് ചെയ്തുള്ളൂ, മീഡിയക്കാർ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, എടാ നിന്നെയല്ലേ മറ്റേ ഷോർട്ട് ഫിലിമിന്റെ സംവിധായകൻ ആറാട്ടണ്ണന്റെ വീട്ടിൽ വെച്ചിട്ട് അടിച്ചോടിച്ചത്? ആ വീഡിയോ ഉണ്ടല്ലോ. അപ്പൊ വെറുതെ അല്ലല്ലോ ആൾക്കാർ തല്ലണത്. നിന്റെ കയ്യിലിരിപ്പിന്റെ തന്നെയല്ലേ. പ്രോഗ്രാംസിൽ അങ്ങനെ മോശമായിട്ട് ബിഹേവ് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പ്രതികരിക്കും. എന്റെ പ്രതികരണം ഏത് രീതിയിലാണെന്ന് അറിയില്ല. എന്നിട്ട് നീ എന്ത് തേങ്ങ പ്രതികരിച്ചത്? നിന്റെ പ്രതികരണം ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടു. നീ ഇറങ്ങി ഓടണത് അതാണോ നിന്റെ പ്രതികരണം? നീ അവിടെ നിന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ അവര് പഞ്ഞിക്കിട്ടേനെ നിന്നെ. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം ഞാനും മനുഷ്യരാണ്, നിങ്ങളും മനുഷ്യരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അലിൻ ജോസിനെ അടിക്കാൻ അറിയാൻ പാടാത്തോണ്ടല്ല. നാളെ ഒരു കേസ് എനിക്കെതിരെ വരരുതെന്ന രീതിയിലുള്ളതാണ് ഞാൻ. എടാ നിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നീ എന്തുകൊണ്ട് പോയിട്ട് ആ സ്റ്റേഷനിൽ, ആ പരിധിയിലെ സ്റ്റേഷനിൽ പോയിട്ട് നീ കംപ്ലൈന്റ് ചെയ്തില്ല? നിന്റെ പേരിൽ തെറ്റില്ല എങ്കിൽ നീ എന്തിനാ അവിടെ നിന്ന് ഇറങ്ങി ഓടി? നിനക്ക് അമ്മാതിരി ബുദ്ധിമുട്ട് ആ ഒരു സ്ഥലത്ത് നിന്ന് നിനക്ക് അനുഭവപ്പെട്ടെങ്കിൽ നീ ആദ്യം ചെയ്യേണ്ടത് പരാതിപ്പെടുകയായിരുന്നു. പക്ഷെ നീ അത് ചെയ്തിട്ടില്ല. ഈ പിള്ളേര് വിളിക്കുമ്പോ നീ തുള്ളി കളിക്കാൻ പോയിട്ടല്ലേടാ കാശ് മേടിച്ചിട്ട്? വെറുതെ അല്ല അവിടെ നിന്ന് നിന്നെ ഇത്തരത്തിൽ അടിച്ചു ഓടിക്കുന്നത്. എന്നെ വിളിക്കുന്ന ആൾക്കാർ മാന്യമായിട്ട് സ്റ്റേജിൽ ഡാൻസ് കളിപ്പിക്കുക, അല്ലെങ്കിൽ ആശംസ പറയാൻ വിടുക്കുക. അല്ലാണ്ട് ദേഹത്ത് തുടർന്ന പരിപാടികൾ പോലും ചെയ്യരുത്. ദേഹത്ത് കൈശയിക്കാണ്ട് പിടിക്കാം. പിന്നെ ഉന്തുക, തോണ്ടുക, അങ്ങനെയൊക്കെയുള്ള ഈ ഉന്തും തോണ്ടും എന്തുകൊണ്ട് പിള്ളേര് നിന്നെ ചെയ്യണേന്ന് അറിയോ? നിന്റെ ഈ അളിഞ്ഞ ജാട കണ്ടിട്ടാ ഒക്കെ ഉണ്ടാകും, നമ്മൾ പറയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായി. അപ്പൊ അതേക്കൊണ്ട് തന്നെ ഇന്നലെ എനിക്ക് ഒരുപാട് സ്ട്രഗിൾ ഉണ്ട്. ഇന്നല്ല മിക്കപ്പോഴും വരാറുണ്ട്. പക്ഷെ ഇന്നലത്തത് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ഉണ്ടായി. അപ്പൊ എന്തായാലും മലപ്പുറംകാര് വിളിക്കുമ്പോ ഇനി അങ്ങനത്തെ പരിപാടിക്ക് നമ്മൾ പോകില്ല. വിളിക്കുന്നുണ്ട് നമ്മൾ
മോഹൻലാല് ഇനി മലപ്പുറം ഡിസ്ട്രിക്റ്റിലോട്ട് നിന്റെ ആ കാലെടുത്ത് കുത്തരുത്. ഏറ്റെടുക്കുന്നില്ല, നമ്മള് ഗ്യാപ്പ് ഇടാണ്ട് പ്രോഗ്രാം ചെയ്യുള്ളൂ. കാരണം നമ്മൾ ഈ ഒരു വിഷയം അപ്പോഴും പോകും, ഗ്യാപ്പ് ഇട്ടിട്ടേ പ്രോഗ്രാം ചെയ്യുള്ളൂ. അപ്പോഴും പോകും തന്നെയാണ്. നിനക്ക് ഇത്തിരിയെങ്കിലും നാണോ മാനോ ഉളുപ്പുണ്ടെങ്കിൽ എന്തിനാടാ നീ ഈ കല്യാണത്തിന് ഞണ്ണി തിന്നാൻ പോണത്? അവര് ചെയ്തില്ലെന്ന് അവര് പറയട്ടെ, മനസ്സിലായ? പലരും പറയുന്ന അവര് ചെയ്തില്ലെന്ന് പറയാനായിട്ട്, അവര് ചെയ്തില്ലെന്നേ പറയുന്നില്ല ഒന്നും. പക്ഷെ വലിയ രീതിയിലുള്ള ഹേർട്ടിങ്സ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്റെ പെർമിഷൻ ഇല്ലാണ്ട് എന്റെ അവര് പൈസ കൊടുത്ത് അവര് കൊണ്ടുപോണ ഈ ഒരു സാധനത്തിന് അവരൊന്ന് ഷെയ്ക്കാൻഡ് ചെയ്താലോ ഒന്ന് കെട്ടിപ്പിടിച്ചാലോ നമ്മൾ സെലിബ്രിറ്റികളെ തൊടാൻ എന്തായാലും ആളുകൾ അവിടെ ശ്രമിക്കും. അത് ഈ പോങ്ങിന് ഇഷ്ടമല്ല. അതാണ് കാര്യം. ഇവൻ അവിടെ ചെല്ലുമ്പോൾ ഇവൻ ഈ അമുൽ ബേബിയുടെ പോലെ മാറി നിന്നിട്ട് ഒരു നോട്ടുണ്ട്. ഇവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ഇവൻ ഇന്നലെ മലപ്പുറത്തുനിന്ന് ഓടേണ്ടി വന്നിട്ടുള്ളത്. ഒത്തേക്ക് മാത്രമല്ലാണ്ട് എന്റെ ബോഡി പാർട്സിലേക്ക്, ബോഡിയിലേക്ക്, എന്റെ വയറിലേക്കൊക്കെ ക്യാമറ വെക്കേണ്ട ആവശ്യം എന്താ? വയറിൽ ചിലപ്പോൾ മലപ്പുറത്തെ പിള്ളേർക്ക് തോന്നിക്കാണും നിന്റെ കാല് കണ്ടിട്ടോ അല്ലെങ്കിൽ നിന്റെ വയറ് കണ്ടിട്ടോ ഷക്കീലയുടെ കാലോ വയറോ ആണെന്ന് അവർക്ക് തോന്നിക്കാണും. അതിന് കുറ്റം പറയാൻ പറ്റൂല. വയറ് മാത്രം, പിന്നെ കണ്ണിലേക്ക് ക്യാമറ, കാലില്, തൊടയില്, എന്ത് അങ്ങനെ? ഇനി വേറെ വല്ലയിടത്തേക്ക് അവര് ക്യാമറ വെച്ചോ നിന്റെ? അതാണ് എനിക്കറിയാനുള്ളത്. ചെയ്യുന്ന ഒരുപാട് അപമാനിക്കുന്നതിന് മാക്സിമം അല്ല ചെയ്യുന്നത്. പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ട് എന്തിനും തയ്യാറാവുന്ന ആളാണെങ്കിൽ ഇവൻ പറഞ്ഞു വരുന്നത് നിങ്ങക്ക് മനസ്സിലായോ? മലപ്പുറത്തെ ആളുകളാണ് പിള്ളേരാണ് കൊണ്ടുപോയത്. അപ്പൊ അവരുദ്ദേശിച്ചത് വേറൊന്നാണ്, അതിനു വേണ്ടിയിട്ടാണെന്നാണ് ഇവൻ പറയണത്. ആണെങ്കിൽ ഞാൻ നാളെ എസ്മ പോലത്തെ സീരീസുകളിൽ അഭിനയിച്ചാൽ പോരെ? അത്രക്ക് ഞാന് എനിക്ക് ഒരു പൈസക്ക് ബുദ്ധിമുട്ട് വന്നിട്ട് പോലും ഞാൻ അങ്ങനെയുള്ള സീരീസിൽ പോയി അഭിനയിച്ചിട്ടില്ല. എന്നെ പലരും അങ്ങനെയുള്ള അഡൽട്സ് മൂവീസിലേക്ക് വിളിച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല. അപ്പോ നീ പോകുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്നെ ഒരു അഡൽട്ടായിട്ട് കണ്ട രീതിയിൽ ചെയ്തത് മോശമാണ്. കാരണം ഞാൻ ആണാണ്, ആണിന്റെ ബോഡിയിലേക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് എടുക്കുന്നത് എന്ത് മര്യാദയില്ലായ്മയാണ്, മനസ്സിലായത്? നമ്മള് ഓൺലൈൻ മീഡിയക്കാർ വീഡിയോ എടുക്കുക. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവനെ കണ്ടിട്ട് മലപ്പുറത്തെ ജനങ്ങൾക്ക് അത്രയും കുണ്ഠിതപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണോ മലപ്പുറത്തെ ജനങ്ങൾ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പറയാനുള്ള പക്ഷെ ബോഡി പാർട്സ്, ഓർഗൻസ് ഒക്കെ ഓരോരുത്തരുടെ മെയിൻ പാർട്സുകൾ, അവിടെയൊക്കെ ഒരാൾ ഷൂട്ട്. ഇവനെ കണ്ടിട്ട് മലപ്പുറംകാരെ കുൽസിത പ്രവൃത്തികൾ നടത്തി എന്നാണ് ഇവൻ ആരോപിക്കുന്നത്. ഇനി മലപ്പുറത്തെ ജനങ്ങൾ ഇതിന് മറുപടി പറയുക. ഇത്രയുമാണ് ഇവൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇനി യഥാർത്ഥത്തിൽ എന്താ ഉണ്ടായെന്ന് അവിടെ ചെന്ന് അന്വേഷിച്ചാൽ അറിയാം. ഇവൻ എന്തെങ്കിലും തരികിട ഒപ്പിച്ചിട്ടാണോ അവർ ഇത്തരത്തിൽ പെരുമാറിയത്, അവർ റോട്ടിൽ കൂടെ നടത്തിച്ചത് എന്ന് അവിടെ ചെന്ന് അന്വേഷിച്ചാൽ അറിയാം. ഇവൻ എന്തെങ്കിലും കംപ്ലൈൻറ്റ് പരാതിയോ ഉണ്ടായിരുന്നെങ്കിൽ ഇവന് കൊടുക്കാമായിരുന്നല്ലോ. ഇവൻ അത് ചെയ്യാണ്ട് ഇവൻ ചാനലിനാണ് അഭിമുഖങ്ങൾ കൊടുക്കണേ. കുറച്ചെങ്കിലും നാണോ മാനോ ഉളുപ്പും. ഇത്തരം പരിപാടികൾക്ക് പോയിട്ട് അവിടെ കിടന്നിട്ട് അലമ്പുണ്ടാക്കിയിട്ട് ഇത്തരത്തിൽ വൈറലാവാൻ. ഇനി ഇത് അലിൻ ജോസിൻ്റെ വൈറലാവാനുള്ള ഒരു പ്ലാൻ ആണോ എന്ന് വരെ സംശയമുണ്ട്. അതുകൊണ്ടായിരിക്കും അവൻ പരാതി പോവാത്തത്. എന്നിട്ട് അവൻ്റെ അവിടെ ക്യാമറ വെച്ചു, അവൻ്റെ ഇവിടെ ക്യാമറ വെച്ചു. ഇനി ക്യാമറ വയ്ക്കാത്ത ഒരു സ്ഥലവും ഇല്ല എന്നാണ് ഇവൻ പറയണത്.